ദൈവം നമ്മളെ നടത്തിയ ആ ദൈവത്തിൻ്റെ മഹാദയ, ആ ദൈവം നമ്മളെ നടത്തി, ആ ദൈവത്തിൻ്റെ ആ മഹാകൃപ നമ്മളിലേക്ക് ഉള്ളത് കൊണ്ടാണ് ഇത്രത്തോളം ദൈവം നമ്മളെ പരിപാലിച്ചു. ആ ദൈവത്തിൻ്റെ മഹിതമായ കൃപയെ നാം ഓർക്കുമ്പോൾ എല്ലാം നാവും ദൈവത്തെ സ്തുതിച്ചാട്ടെ. നാവ് പോലും അടച്ചു പോകാതെ ഈ ദൈവത്തെ ഇന്നയോളം ദൈവം നമ്മളെ നടത്തി. ആ വിധങ്ങളെ ഓർത്താൽ ഈ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കാം? ആ ഇത്രത്തോളം നമ്മളെ പരിപാലിച്ച ആ തൻ്റെ മഹിമേതായ കൃപയെ നാം ഓർക്കുമ്പോൾ ആ ദൈവം നല്ലവനായി, ആ ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ കൂടെ ഇരുത്ത ആ ദൈവത്തിന്റെ മഹിമയെ ഞാൻ ഓർക്കുന്നപ്പ ആ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ചൊരിഞ്ഞു. ആ ദൈവം, പിതാവാം ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗം അർപ്പിച്ചു. ആ ദൈവത്തിന്റെ മഹാസ്നേഹത്തെ നാം ഓർക്കുക. ആ ദൈവം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്ത ആ ദൈവത്തിന്റെ മഹാകൃപയെ നാം ഓർക്കുക. ആ ദൈവത്തിന്റെ മഹത്വത്തിൽ നാം ആരാധിക്കുമ്പോൾ എല്ലാം നാവും ആ ദൈവത്തെ പാടി സ്തുതിച്ചാട്ടെ. അന്യഭാഷകളാ സ്തുതിച്ചാട്ടെ. ഒരു നാമ പോലെ മടച്ചു വെക്കാതെ ആ ദൈവം നമ്മളെ നടത്തി. നമ്മുടെ മൂക്കിൽ ശ്വാസമൂതിയ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു നാമ പോലെ മടച്ചു വെക്കില്ല ഈ ദൈവത്തെ. ആ ദൈവം നമ്മൾ ആരാധിച്ചാട്ടെ. പല അനർത്ഥങ്ങളിലും പല ആപത്തുകളിലും നമ്മൾ വീണുപോയെങ്കിലും അതിന്റെ മധ്യേ നമ്മളെ ഉയർത്തിയ ആ നല്ല ദൈവത്തെ, ആ അത്യുന്നതന്റെ മറവിൽ വസിച്ചതുപോലെ ആ സർവശക്തന്റെ നിഴലിന് കീഴിൽ നമ്മളെ കാത്തു പരിപാലിച്ച ആ നല്ല ദൈവത്തെ നാം ആരാധിപ്പാൻ അവൻ തന്റെ പാറമേൽ നമ്മെ നിരത്തി. നമ്മുടെ കാലുകളെ അവൻ പാറമേൽ നിരത്തി. ആ പാറമേൽ വീടുപടുന്ന മനുഷ്യന് തുല്യനാക്കി നമ്മളെ നിർത്തിയ ആ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അതിനുപരിയായി ഈ ദൈവത്തെ സ്തുതിപ്പാൻ, ആ പെരുവെള്ളത്തിന്റെ ശബ്ദത്തെക്കാൾ ഉപരിയായി ഈ നല്ല ദൈവത്തെ, യേശു നല്ലവൻ, അവൻ നല്ലവൻ, ഇന്ന് നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ഈ ദൈവത്തെ ആരാധിക്കാം. എന്ന് താണ ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തെ ആരാധിക്കുമ്പോൾ രണ്ടോ മൂന്നോ പേർ എന്റെ മധ്യേ എവിടെ കൂടിയാലും അതിന്റെ മധ്യേ ഞാൻ ഉണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം, ആ ദൈവത്തെ പാടി ആരാധിക്കാം. ആ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആ ദൈവത്തെ പാടി ആരാധിക്കാം. എല്ലാം നാവും പാടി ആരാധിക്കാം. സന്തോഷത്തോടെ കരങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ആ ദൈവത്തെ പാടി നമുക്ക് ആരാധിക്കാം.
നന്ദി പറയുന്ന കർത്താവ് യേശുവേ, അവിടുന്ന് കർത്താവേ മഹത്വവും ജ്ഞാനവും ശക്തിയും കൈക്കൊള്ളുവാൻ ഒരുവൻ മാത്രം യോഗ്യനായ കർത്താവ് യേശുവേ, കാൽവരി ക്രൂശിൽ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ മരിച്ചു അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവേ പെരിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ കർത്താവേ അവിടുത്തെ ശബ്ദം ഇറങ്ങി വരുമ്പോൾ അപ്പ അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ കർത്താവേ ഞങ്ങളുടെ നാമം പോരല്ലപ്പ യേശുവേ, അവിടുത്തെ സ്തുതികളുടെ മേൽ വസിക്കുന്നവൻ അത്യുന്നതനായവൻ, സർവശക്തൻ, സകലത്തിന് മതിയായവൻ, സകലത്തെ ഉളവാക്കിയവൻ, അവിടുത്തെ ഒരു വാക്കിനാൽ സകലത്തെ ഉളവായെങ്കിൽ അപ്പ ആ ദൈവത്തെ സ്തുതിക്കുവാൻ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ യേശുവേ ഞങ്ങൾ കർത്താവേ ദൈവത്തിൽ ശരണപ്പെടുന്നപ്പ അവിടുത്തെ നാമം ഉന്നത നാമമാണല്ലോ. അവിടുത്തെ നാമത്തിൽ കർത്താവേ ഇവിടെ കേട്ടതുപോലെ ഭൂതങ്ങൾ കീഴടങ്ങുന്ന നാമമാണല്ലോ. അവിടുത്തെ നാമത്തിൽ കർത്താവേ വിടുതലുള്ള നാമമാണല്ലോ, സൗഖ്യത്തിന്റെ നാമമാണല്ലോ. ആ നാമത്തെ ഉയർത്തുന്ന കർത്താവേ ഇന്ന് കർത്താവ് ഉയർത്തുവാൻ സ്തോത്രം ചെയ്തപ്പ യേശുവിന് നന്ദി പറയുന്ന കർത്താവേ, സ്തുതിക്കുന്നപ്പ വാഴ്ത്തുന്ന കർത്താവേ. ഓ നന്ദിയോടെ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നപ്പ അതേമേ ഞങ്ങളുടെ കാലുകളെ പാറമേൽ നിർത്തിയ ആ നല്ല ദൈവത്തെ, അതേമേ പാപമാം ചുവറ്റിൽ കിടന്ന എന്നെ ആ ദൈവം തന്റെ രക്തത്താൽ എന്നെ വിലക്കി വാങ്ങി ആ മഹാസ്നേഹത്തെ നാം ഓർക്കുന്നപ്പ ആ ദൈവമേ ശ്രേഷ്ഠന്മാരുടെ നടുവിലും ഞങ്ങളെ ഉന്നതനുമായി നിർത്തിയ ആ നല്ല ദൈവത്തെ ഞങ്ങളെ ആരാധിക്കുന്നപ്പ ആ യേശു നല്ല ഇടയൻ, ആ
ദൈവമേ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ പ്രാണനെ കൊടുക്കുന്ന ആ നല്ല ദൈവത്തെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നപ്പ. ആ യാഗം നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഞങ്ങളെ ദിനംതോറും നടത്തുന്ന ആ നല്ല ഇടയൻ അങ്ങ് ആയിരിക്കാൻ നിന്നെ ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ആ പച്ചപ്പോൾ മേടുകളിൽ ഞങ്ങൾ നിൽക്കുമ്പോ അതിന്റെ മധ്യേ ഞങ്ങളെ ദൈവമേ ഞങ്ങളെ നടത്തിയ ആ നല്ല ഇടയനായിരിക്കാൻ നിന്നെ ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ഓരോ താഴ്വരയിൽ കൂടി നടന്നാലും അതിന്റെ മധ്യേ ജയം നൽകുന്ന ഏക നാമം. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തിന്റെ നാമത്തെ ഞങ്ങളെ ആരാധിക്കുന്നപ്പ. ആ ദൈവത്തിന്റെ മധ്യേ കഷ്ടനഷ്ട ശോധനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിൽ ഞങ്ങൾക്ക് ജയം നൽകി ഞങ്ങളെ ഉന്നതിയോടെ നിർത്തുന്ന ഒരു നായകനായിരിക്കാൻ നിന്നെ ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ആ ദൈവത്തിന്റെ കൃപ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞാട്ടെ. ആ പച്ചപ്പോൾ മേടുകളിലും ഞങ്ങളെ ദിനംതോറും നടത്തുന്ന ആ മഹാസ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നപ്പ. ആ ദൈവമേ ഞങ്ങളുടെ കാലുകളെ അങ്ങ് പാറമേൽ നിരത്തി ദൈവമേ ശത്രു മുൻപാകെ ഞങ്ങൾക്ക് ജയമൊരുക്കിയ ആ നല്ല ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നപ്പ. ആരെല്ലാം വിട്ടാലും ഞങ്ങളെ കൈവിടാത്ത ഒരു നാഥൻ അങ്ങായിരിക്കും ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ആ യാഗം നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ നമ്മളെ നടത്തിയ വിധങ്ങളേക്ക് ഓർത്താൽ ഈ ദൈവത്തെ നമുക്ക് ഒരിക്കലും ആരാധിക്കാതിരിക്കാൻ പറ്റില്ല. ഇതിനേക്കാൾ ഉപരിയായി ആ ദൈവം നമ്മളെ നടത്തി. പിതാവ് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗം അർപ്പിച്ച ആ മഹാസ്നേഹം, ആ ദൈവം നമ്മൾ വായിച്ചതുപോലെ 91 സങ്കീർത്തനം വായിച്ചതുപോലെ ആ അത്യുന്നതന്റെ മറവിൽ നമ്മളെ വസിപ്പിച്ച ആ ദൈവത്തിന്റെ കൃപ, ആ ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങളുടെ കാൽ കല്ലുമേ തട്ടിപ്പോകാതിരിക്കാതെ വണ്ണം ദൈവം ഞങ്ങളെ നടത്തിയ ആ വിധങ്ങളെ ഞങ്ങൾ ഓർക്കുന്നപ്പ. ആ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. കരങ്ങളെല്ലാം മടിച്ചുകൊണ്ട് ആ ദൈവത്തെ പാടി നമുക്ക് ആരാധിക്കാം. Oh,
യാഹ് നല്ല ഇടയൻ, എന്നും എന്നും അവൻ എന്റെ പാലകനാ. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ പാലിച്ചു നടത്തിയ ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് നാം ഇന്നായിരിക്കുന്നത്. കഷ്ട നഷ്ട ശോധനകൾ വരുമ്പോ നാം അവന്റെ പൊന്മുഖത്തേക്ക് നോക്കണം. ഹല്ലേലൂയ. ശാശ്വത ഭുജങ്ങളിൽ മീതെ നാം എന്തെയും നിർഭയമായി വസിക്കും. ഹല്ലേലൂയ. ഇത്ര വലിയൊരു കർത്താവിനെയാണ് നാം ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നത്. അവൻ നമ്മെ ഇത്രത്തോളം നടത്തി. കഷ്ടതകൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ അവന്റെ മുഖത്തേക്ക് നോക്കണം. അവന്റെ ശാശ്വതമായ
ശക്തമായ ഒരു കരമുണ്ട്. ആ കരം എന്നെ നിങ്ങളെ മാറോട് ചേർത്ത് പിടിക്കും. ആ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളുടെ കഷ്ടതകൾ പ്രയാസങ്ങൾ മാറി അവനെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം പൂർണ്ണ സന്തോഷത്തിൽ വരും. ആ നല്ല കർത്താവിനെ നാം ആരാധിക്കണം. അവൻ മാത്രം സത്യവും വഴിയും ജീവനുമാകുന്നു. അവനല്ലാതെ ഒരു ദൈവം നമുക്കില്ല. അവൻ മാത്രം ഏക സത്യ ദൈവം. ഹല്ലേലൂയ. ആ കർത്താവിനെ നാം ഉയർത്തണം. അവൻ മാത്രം സകല മഹത്വത്തിനും യോഗ്യനായ ദൈവം. യേശു മാത്രം സകല മഹത്വത്തിനും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും ഏക യോഗ്യനായ നാമം യേശു എന്ന നാമമായിരിക്കാം. ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും അങ്ങ് മാത്രം യോഗ്യൻ യേശുവേ. ദൈവത്തിന്റെ നാമത്തെ നാം ഓർക്കുക. ആ ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിൽ ദൈവം നമ്മളെ താങ്ങി, ആ ആണിപ്പഴുതുള്ള കരത്താൽ ദൈവം നമ്മളെ നിർത്തിയ ആ മഹാസ്നേഹം, ആ ദൈവത്തിന്റെ ഇന്നയോളം ദൈവം നമ്മളെ നടത്തി, ഇന്നയോളം ദൈവം നമ്മളെ പരിപാലിച്ച ആ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നപ്പ. ആ ദൈവം മനവേദനകളിലും പല ശോധനകളിലും നമ്മൾ വീണുപോയാലും അതിൻ്റെ മധ്യേ നമ്മളെ ഉയർത്തിയ, നമ്മളെ പരിപാലിച്ച ആ ദൈവം എന്ന യേശു എന്ന നല്ല ഇടയൻ, ആ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ആ ദൈവമേ, പ്രയാസങ്ങളുടെ മധ്യേ വീണാലും അതിൻ്റെ മധ്യേ നമ്മൾ താണു പോയാലും ചെങ്കടലിന്റെ മധ്യേ നമ്മൾ പോയാലും അതിനെ നമ്മളെ കൈപിടിച്ചുയർത്തിയ ആ നല്ലൊരു സ്നേഹം നായകനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നപ്പ. ഇന്നയോളം നടത്തിയ വഴികളെ, ഇന്നയോളം ഞങ്ങളെ പരിപാലിച്ച ദൈവ സ്നേഹത്തെ നമുക്ക് ആരാധിക്കാം. ഇരിക്കുന്നവരെല്ലാം ആ കസേരയിൽ നിന്നെല്ലാം എഴുന്നേറ്റുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് നോക്കി, ബാഹ്യമായ കണ്ണുകളെല്ലാം മടച്ചുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് കരങ്ങളെല്ലാം ഉയർത്തി, ഇന്നയോളം നമ്മളെ പരിപാലിച്ച ആ സ്നേഹം ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടല്ല, ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടല്ല, ആ ദൈവം നമ്മളെ വിളിച്ച വിളിക്ക് യോഗ്യമാം തക്കവണ്ണം നമ്മളെ ഉപയോഗിച്ചതിനായി നിന്നെ ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ആ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം.
പ്രത്യാശയോടെ തിരുമക്കളോട് ചേർത്തണയ്ക്കുന്ന ഒരു ദൈവം. പോയി പോയി വീണ്ടും വന്ന് ഇന്നയോളം നമ്മെ പരിപാലിച്ചത് ആ വിശ്വാസത്തോടെ ഇതുപോലൊരു ദൈവത്തെ നമുക്കില്ല. അവൻ അത്രത്തോളം വിശ്വസ്തനായ ദൈവം. സമയങ്ങളിൽ നമ്മുടെ മനോഭാരത്തെ, നമ്മുടെ മനോവേദനകളെ അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം. എന്റെയും നിങ്ങളുടെ അടുക്ക വന്ന് മകനെ മകളെ കരയേണ്ട, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്ന് ചെയ്തു. ഇതിന്റെ ആവശ്യങ്ങളെ ദൈവത്തിലേക്ക് താഴ്ത്തിക്കൊടുത്താൽ അവൻ ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് എല്ലാം സമൃദ്ധിയ നമ്മൾ ചിന്തിക്കുന്ന ഭക്തന്റെ പരമായി വിശ്വാസത്തോടെ അവനൊരു നാൾ നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം.
ഞങ്ങളുടെ സകല രോഗങ്ങളെ കർത്താവെ അവിടുന്ന് വഹിച്ച ദൈവത്തിന് നന്ദി പറയാതെ കർത്താവെ സ്തോത്രം ചെയ്ത് കർത്താവെ അങ്ങ് ഞങ്ങളെ ഒരു നാളും കൈവിടാതെ ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവം അങ്ങ് ആയിരിക്കുന്നു സ്തുതിക്കുന്ന കർത്താവെ അങ്ങ് ഞങ്ങളുടെ കണ്ണുനീരെല്ലാം തുടച്ച് കർത്താവെ കൺമണി പോലെ ദൈവം കാക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവെ അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തരോട് കരുണ തോന്നുന്നു ദൈവമേ സ്തോത്രം ചെയ്ത് കർത്താവെ ഹൃദയം മുറുകുന്നവർക്ക് യഹോവ സമീപസ്ഥനും മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുകയും ചെയ്യും ദൈവമേ സ്തോത്രം ചെയ്ത് കർത്താവെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് ദൈവം ഓരോ ദിവസവും ദൈവം ഞങ്ങളെ കരുതുന്ന ദൈവമായിരിക്കുന്നു സ്തുതിക്കുന്നു കർത്താവെ പാപികളും ദോഷികളുമായിരുന്ന കർത്താവെ ആർക്കും ദൈവമേ അടിയനോട് ദയ തോന്നാതിരുന്ന സമയത്ത് കർത്താവെ അങ്ങേക്ക് ദൈവമേ അടിയനോട് കരുണ തോന്നിയിരുന്നു നന്ദി പറയുന്ന കർത്താവെ ഇത്രത്തോളം ദൈവം നീ ഞങ്ങളെ കരുതുന്ന ദൈവം കർത്താവെ ഇത്രത്തോളം ദൈവം ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം കർത്താവെ ദൈവമേ അങ്ങേക്ക് മാത്രം ദൈവം ഞങ്ങളോട് കരുണ തോന്നിയ ദൈവം കർത്താവെ നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റി തരുന്ന ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 6:2 വായിക്കും. ആമേൻ. വിശ്വാസം നമ്മളെ വളരെയധികം സന്തോഷത്തിലാക്കുന്ന ഒരു വാക്യമാണ് 6:2 യെശയ്യാവിന്റെ പുസ്തകം. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഹല്ലേലൂയ. സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നു. അതായത് ദൈവത്തെ നേരിട്ട് നോക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. അത്രയും പരിശുദ്ധനായ ദൈവം അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് ആരാധിക്കാൻ അവരുടെ മുഖം മൂടി കാലുകൾ മറച്ച് ചിറകുപിടിച്ച് അവർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്നു. അതും പാപം ചെയ്യാത്ത സാറാഫുകൾ ദൈവത്തെ കാണാനേ സാധിക്കുന്നില്ല. പക്ഷേ പാപികളായ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ദൈവം അത്ര പരിശുദ്ധനായ ദൈവം, പാപം ചെയ്യാത്ത അവർക്ക് ദൃഷ്ടിയും കാണാൻ പറ്റാത്ത ദൈവം നമ്മുടെ ഉള്ളത്തിൽ വന്ന് വസിക്കുകയും അതോടൊപ്പം നമ്മുടെ പിതാവിന്റെ വലതുണ്ടല്ലോ ആ ഒരു സ്നേഹത്തിന് പകരമായിട്ട് നൽകും. നമ്മുടെ ഒരു കഴിവോ നമ്മുടെ ഒന്നുമല്ല, ദൈവത്തിന്റെ ആ സ്നേഹത്തിന് മുമ്പിൽ ആ ദൈവം നമ്മുടെ ഉള്ളത്തിൽ വന്ന് വസിക്കുക. വാഴെന്നിൽ കർത്താവ് പൂർണ്ണ സമർപ്പണത്തോടെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന പലതും മറന്നു. അതായത് നമുക്ക് സന്തോഷിക്കാൻ അത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ദൈവം നമ്മുടെ ഉള്ളത്തിൽ വന്ന് വസിക്കുക. നമ്മൾ ആ മലയിൽ പോകണ്ട, ഈ മലയിൽ പോകണ്ട, നമ്മൾ വ്രതം എടുത്ത് പോകണ്ട. നമ്മൾ എപ്പോൾ വിശ്വസിക്കുന്നു എൻ്റെ ദൈവമേ എന്ന് വിളിച്ച വിളി കേൾക്കാൻ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തെയാണ് നമ്മളിപ്പോൾ ആരാധിക്കാൻ പോകുന്നത്. ആ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഇപ്പോൾ ഈ ഒരു നിമിഷം ദൈവത്തിൻ്റെ ഒരു വലിയൊരു മാറ്റം ഈ ഒരു ആരാധനയിൽ കൊണ്ടുവരാൻ വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ നമുക്ക് ആരാധിക്കാം.
ദൈവത്തിന്റെ
ഭാഗമെന്ന് വെളിപ്പെടട്ടെ. ഓ റീനാശിം. ആരാധിച്ചു 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 എല്ലാവരും ആരാധിച്ചു. ആരാധിച്ചു. അന്യഭാഷയിൽ ആരാധിച്ചു. നമ്മുടെ കരത്തിന്റെ കോളും കർത്താവിന്റെ കാലം കോളും ഏലിയാ പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങി വന്ന മേഘം പോലെ ഒരു കരക്കുണ്ടെങ്കിൽ ഇന്ന് ആരാധിക്കുന്ന വ്യക്തിയുടെ മേൽ ഒരു മേഘത്തിന്റെ ആരാധനയാണ്. ഒരു ദൈവ സാന്നിധ്യം വരുവാണ്. ഒരു ദൈവ ശക്തി അറിയുവാണ്. എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഇറങ്ങി വന്ന് ദൈവ സാന്നിധ്യം ഇറങ്ങിയെങ്കിൽ എന്റെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്ന് ദൈവ സാന്നിധ്യം ഇറങ്ങും. ഇന്ന് ദൈവത്തിന്റെ ശക്തി ഇറങ്ങും. ഓ ദൈവത്തോട് ആര് നിലവിളിക്കുന്നു അവരെ എന്നുവരെ ദൈവം ബന്ധപ്പെട്ടിട്ടില്ല. കല്ലനീരിന്റെ മുട്ടിൽ ദൈവമോ കല്ലനീരെ കണ്ട് മറികടക്കുന്ന ദൈവമല്ല. സർവശക്തൻ ഇന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ബലം ഇന്ന് ഓരോ മക്കളുടെ മേലും ഇന്ന് ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് ഇറങ്ങണം കർത്താവേ. യേശു ഇന്ന് വാഞ്ചിക്കുന്ന ഹൃദയത്തെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവേ ഇന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും കർത്താവെ വന്നതുപോലല്ലപ്പ ഇന്ന് ഞങ്ങൾ കർത്താവെ മടങ്ങിപ്പോകുന്നത് ഒരു പുതിയൊരു അഭിഷേകത്തോട് ഒരു പുതിയ ശക്തിയോട് കർത്താവെ കണ്ണുനീരിനോട് കടന്നു വന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ കർത്താവെ ഇതിന്റെ അകത്ത് നിറങ്ങുന്നത് ഒരു ആത്മശക്തിയോട് പോവാൻ ഒരു ആത്മബലത്തോട് പോവാൻ ഇന്ന് ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ഇറങ്ങണ കർത്താവെ. ദൈവത്തിന്റെ ശക്തി ഇന്ന് ഓരോ മക്കളെ തുറന്ന കർത്താവെ. ഇന്ന് കർത്താവെ യേശുവേ വന്നത് വൃഥാവല്ല, ഇന്ന് വന്നത് അനുഗ്രഹമാണെന്ന് പറയുവാൻ ജനം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടു പോവാൻ ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവെ ഇന്ന് അവിടുന്ന് പകരുന്നതിന് സ്തോത്രം എന്ന് കർത്താവെ. ഓ റാന ഷിപ്പോ ലോ ബാബ. ദൈവത്തിന്റെ മൂന്നാം ആളത്വം തന്റെ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ശക്തി ലഭിച്ച് നാം യഹൂദയിലും യെരൂശലേമിലും ലോകത്തിന്റെ അറ്റത്തോളം ആ ദൈവത്തിന്റെ സാക്ഷിയാകുവാൻ ആ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരട്ടെ. ആത്മശക്തിയാൽ ചലിക്കാത്തതിനെ ചലിപ്പിക്കുന്ന ആ ദൈവത്തിന്റെ മൂന്നാം ആളത്വം ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപത്തെ ഇന്ന് ആ ഹൃദയത്തെ കുലുക്കുന്ന ആ ദൈവത്തിന്റെ മൂന്നാം ആളത്വം അന്ത്യനാളിൽ സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുന്ന ആ ദൈവത്തിന്റെ മൂന്നാം ആളത്വം ആത്മശക്തിയാൽ ദൈവം നിറച്ചാട്ടെ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം ഞങ്ങളെ നിറച്ചാട്ടെ. ആ ദൈവത്തെ കരങ്ങളെല്ലാം അടിച്ചുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങൾ വന്ന് വാഴട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിലേക്ക് തൊടട്ടെ. അന്ത്യശക്തിയാൽ ഞങ്ങളേക്ക് നിറയ്ക്കുന്ന ആ ദൈവത്തിന്റെ മൂന്നാം ആളത്വം ജീവ
സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പുത്തൻ ശക്തി. ഇന്നലത്തെ അഭിഷേകമല്ല നമ്മൾക്ക് ഇന്ന് ആവശ്യം. കഴിഞ്ഞ ആഴ്ച പ്രാപിച്ച ആ ശക്തിയല്ല നമുക്ക് ഇന്ന് ആവശ്യം. ഇന്ന് നമുക്കൊരു പുത്തൻ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കർത്താവേ, ഓരോ മക്കളെ മേൽ നിറയ്ക്കട്ടെ കർത്താവേ. അങ്ങയുടെ അത്യന്ത്യമായ ശക്തി അവസാന നാളിൽ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രവചനം പൂർത്തീകരിക്കുന്നതിനാൽ നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ തേടി വന്നതല്ല, അങ്ങ് ഞങ്ങളെ തേടി വന്നത് അടുത്തതോർത്ത് നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഓരോ മക്കളെ നിറയ്ക്കട്ടെ കർത്താവേ. ആ കാട്ടിക്കിടന്ന ആ ദാവീദിനെ തേടി ചെന്നതുപോലെ ഞങ്ങളുടെ ലോകത്തിൻ്റെതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പല വിഷയങ്ങളിൽ ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും ജീവിച്ച ഞങ്ങളെ തേടി ഞങ്ങളെ പിടിച്ചതോർത്ത് ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ചതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്തു കർത്താവേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുന്നതോർത്ത് നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവേ. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ പിതാവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ താണഭൂമിയിൽ ഇരുന്നു കൊണ്ട് അങ്ങേ ആരാധിപ്പാൻ, ലോകത്തിലെ വിശുദ്ധന്മാരോട് ഒന്നിച്ച് അങ്ങേ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. കടന്നു വന്നിരിക്കുന്ന സകല മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ആരാധന മധ്യത്തിൽ അങ്ങ് പ്രവർത്തിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ശേഷം നടക്കുന്ന ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്ത് കർത്താവേ. സകലതും അങ്ങേ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സന്തോഷം.